സൂര്യഗണങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രഗണങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു, ഈ ലോകാലോക പർവ്വതം, അതിനെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു തരണം. പ്രാസംഗികോ രാമപ്രശ്ന, വേദാന്തമാണ് വസിഷ്ഠ മഹർഷി രാമനെ പറഞ്ഞ് കേൾപ്പിക്കുന്നത്. പക്ഷേ സാന്ദർഭികമായി, അതായത് അവസരത്തിനനുസരിച്ച് വസിഷ്ഠ മഹർഷി പറയുന്ന ഓരോ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രാമൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യം ചോദിക്കും. അങ്ങനെയാണ് പ്രധാന വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്. സാരമില്ല, തിരിച്ച് വിഷയത്തിലേക്ക് തന്നെ വരും. അതുകൊണ്ട് ഇവിടെ ഈ രാമൻ്റെ ചോദ്യം പ്രാസംഗികമാണെന്ന് പറഞ്ഞാൽ സാന്ദർഭികമാണ്. വസിഷ്ഠ മഹർഷി ലോകാലോക പർവ്വതം എന്ന ഒരു വാക്ക് പ്രയോഗിച്ചതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു കൗതുകം രാമൻ പ്രകടിപ്പിക്കുന്നു. നിരാധാരം ഭൂഗോളകം കഥം സ്ഥിതം, ഒരാധാരവുമില്ലാതെ ശൂന്യാകാശത്തിൽ നിൽക്കുന്ന ഈ ഭൂമി എങ്ങനെയാണ് നിൽക്കുന്നത്? അതെന്തുകൊണ്ട് താഴേക്ക് പോകുന്നില്ല? ഈ ശൂന്യാകാശത്തിൽ മേലും കീഴൊന്നുമില്ല, അറിയാമോ? ശൂന്യാകാശത്തിൻ്റെ മുകളിൽ എന്തായിരിക്കും? ശൂന്യാകാശം. ശൂന്യാകാശത്തിൻ്റെ താഴെ എന്തായിരിക്കും? ശൂന്യാകാശം. നമ്മൾ മുകളിൽ നിന്ന് താഴെ ചാടിയാലോ അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് പറന്നുയർന്നാലോ എവിടെയെങ്കിലും തടഞ്ഞു നിൽക്കില്ല. കാരണം തടസ്സം ചെയ്യാനൊന്നുമില്ല. അനന്തമായി വ്യാപിച്ച് കിടക്കുന്നു ശൂന്യാകാശം. അതുകൊണ്ട് അതിൽ മുകളിൽ താഴെ കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് ഇങ്ങനെയുള്ള ദിക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. കൂരിരുട്ടിലെ ദിശാബോധം ഉണ്ടാവില്ല, അറിയാമോ? കൂരിരുട്ടിൽ നിങ്ങളെ കൊണ്ട് നിർത്തിയിട്ട് കിഴക്കേതാണ് വടക്കേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ബബ്ബ തന്നെ, എല്ലായിടത്തും ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. നമ്മൾ കിഴക്ക് ദിക്ക് എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന ദിക്കിനെയാണ്. സൂര്യൻ അസ്തമിക്കുന്ന ദിക്കാണ് പടിഞ്ഞാറ്. കിഴക്ക് ദിക്കിൻ്റെ വലതുവശത്ത് അല്ലെങ്കിൽ കിഴക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ വലതുവശത്താണ് തെക്ക്, ഇടതുവശത്ത് പടിഞ്ഞാറ്. വടക്ക്, ഇടതുവശത്ത് വടക്ക്. അപ്പോൾ ഇങ്ങനെ ദിക്കുകളെ നമ്മൾ തിരിച്ചിരിക്കുന്നു. ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു ഗോളത്തിൽ എങ്ങനെയാണ് കിഴക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ ഉണ്ടാവുക? ഭൂമി ഒരു ഗോളമാണല്ലോ, അല്ലേ? പരന്ന ഒരു പ്രദേശത്തിലാണ് നമുക്ക് കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് ഇങ്ങനെയുള്ള ദിശാനിർണയം സാധ്യമാവുക. ഒരു ഗോളത്തിനകത്ത് എന്ത് തെക്ക്, എന്ത് കിഴക്ക്, എന്ത് വടക്ക്, എന്ത് പടിഞ്ഞാറ്, ഇതൊക്കെ സാപേക്ഷമായി നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകളാണ്. ചില ആശയങ്ങൾ അത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് വടക്കോട്ട് പോയാൽ കൊല്ലത്തെത്താം, തിരുവനന്തപുരത്ത് നിന്ന് വടക്കോട്ട് പോയാൽ കൊല്ലം, തെക്കോട്ട് പോയാൽ കന്യാകുമാരി അല്ലെങ്കിൽ നാഗർകോവിൽ. എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കിഴക്ക് തെക്ക് വടക്ക്, മുകളിൽ താഴെ, ഉത്തരധ്രുവത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി ദക്ഷിണ ധ്രുവത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി എൻ്റെ താഴെയാണെന്ന് പറയും. അങ്ങനെയാണല്ലോ. ഭൂഗോളത്തിൻ്റെ മുകളിലാണ് ഉത്തരധ്രുവം, താഴെയാണ് ദക്ഷിണ ധ്രുവം. മുകളിലിരിക്കുന്നവൻ പറയും എൻ്റെ ചുവട്ടിലാണ് ദക്ഷിണ ധ്രുവത്തിലുള്ളവൻ കഴിയുന്നത്. ഈ ദക്ഷിണ ധ്രുവത്തിലുള്ളവനോട് ചോദിച്ചാൽ അവൻ്റെ താഴെയാണ് ഉത്തരധ്രുവത്തിലുള്ളവൻ. അതായത് ദക്ഷിണ ധ്രുവത്തിലുള്ളവൻ തല പൊന്തിച്ച് നോക്കിയാൽ ആകാശം കാണാം. നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. ദക്ഷിണ ധ്രുവത്തിൽ കഴിയുന്ന ഒരാൾ തല ഉയർത്തി നോക്കിയാൽ അയാൾക്ക് കാണാൻ പറ്റുന്നത് ആകാശത്തെയാണ്, ഇരുട്ടല്ല. അതുപോലെ മറ്റേ ധ്രുവം, അതായത് ഉത്തരധ്രുവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കഴിയുന്ന ഒരു മനുഷ്യൻ തല ഉയർത്തി നോക്കിയാൽ അയാൾക്കും ഈ ആകാശത്തെ കാണാം. ഉത്തരധ്രുവത്തിൽ നിൽക്കുന്നയാളിൻ്റെ നേരെ ചുവട്ടിലാണ് ദക്ഷിണ ധ്രുവത്തിൽ നിൽക്കുന്ന ഒരാൾ. അപ്പോൾ മുകളിലുള്ളവൻ മുകളിലേക്ക് നോക്കിയാലും നീലാകാശം, താഴെയുള്ളവൻ മുകളിലേക്ക് നോക്കുന്നു എന്ന് പറയുമ്പോൾ മുകളിലുള്ളവനെ സംബന്ധിച്ച് അയാൾ താഴേക്കാണ് നോക്കുന്നത്, അല്ലേ? ദക്ഷിണ ധ്രുവത്തിൽ നിൽക്കുന്നവൻ മുകളിലേക്ക് എന്ന് അയാൾ പറയുമ്പോൾ ഉത്തരധ്രുവത്തിൽ കഴിയുന്നവനെ സംബന്ധിച്ച് അത് അവൻ്റെ താഴെയാണ്. അപ്പോൾ ഉത്തരധ്രുവത്തിലുള്ളവൻ്റെ മുകളിലും ആകാശം, ദക്ഷിണ ധ്രുവത്തിലുള്ളവൻ തൻ്റെ മുകളിൽ ആകാശമുണ്ടെന്ന് പറയുമ്പോഴും അത് ഉത്തരധ്രുവത്തിലുള്ളവനെ സംബന്ധിച്ച് അവൻ്റെ താഴെയാണ്. ഇപ്പോൾ മുകളിലും ആകാശം താഴെയും ആകാശം. മുകളിൽ ആകാശം, താഴെ ഭൂമി എന്നല്ലേ നമ്മൾ പറയുക?
പക്ഷേ ദക്ഷിണധ്രുവത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളും തല ഉയർത്തി നോക്കിയാൽ അയാൾക്ക് നീലാകാശത്തെ കാണാം. നീലാകാശം എന്ന് പറഞ്ഞാൽ ശൂന്യത എന്നർത്ഥം. ശൂന്യതയാണ് നീല നിറത്തിൽ കാണപ്പെടുന്നത്. ആകാശം എന്തുകൊണ്ട് നീല നിറത്തിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ശൂന്യതയുടെ നിറമാണത്. ഒന്നുമില്ലായ്മ അല്ലെങ്കിൽ അനന്തത നീല നിറത്തിൽ കാണപ്പെടും. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണന് നീല നിറം എന്ന് ഋഷിമാർ പറഞ്ഞത്. അനന്തമായ ആത്മതത്വം അതാണ് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു. അദ്ദേഹത്തിൻ്റെ വർണ്ണം നീലനിറം അല്ലെങ്കിൽ ശ്യാമവർണ്ണം എന്ന് പറയാൻ കാരണം അതാണ്. അനന്തതയുടെ നിറം. അനന്തതയ്ക്ക് നിറമുണ്ടോ എന്ന് ചോദിച്ചാൽ അനന്തതയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിറമില്ല. വ്യാപിച്ച് കിടക്കുന്ന ശൂന്യത, അതാണ് അനന്തത എന്ന് പറയുന്നത്. അതിനെന്ത് നിറം? കറുപ്പ് എന്ന് പറയുന്നത് പോലും ശരിയല്ല. അവിടെ പ്രകാശമേ ഇല്ല. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ വർണ്ണങ്ങളെ തിരിച്ചറിയുന്നതല്ലേ. കൂരിരുട്ടിൽ ഏത് നിറത്തിലുള്ള വസ്തു കൊണ്ടുവച്ചാലും അതെല്ലാം കറുത്തതായിട്ടല്ലേ കാണപ്പെടൂ. അത് ആ വസ്തുവിൻ്റെ നിറം കറുപ്പായത് കൊണ്ടല്ല. വർണ്ണങ്ങളെ വേർതിരിച്ചറിയാൻ പ്രകാശമില്ല. അന്ധകാരത്തിലാണ് നമ്മൾ ഈ വർണ്ണങ്ങളുള്ള വസ്തുക്കളെ കാണുന്നതെങ്കിൽ അവയുടെ നിറത്തെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധ്യമല്ല. അപ്പോൾ രാമൻ്റെ ചോദ്യം കഴിഞ്ഞു. തീർന്നില്ല. ഭൂഗോളകം കഥം സ്ഥിതം ഋക്ഷഗണോ നക്ഷത്രചക്രം ച നിരാധാരേ കഥം യാതി ഭ്രമതി. ഋക്ഷം എന്ന് പറഞ്ഞാൽ നക്ഷത്രം, നക്ഷത്രചക്രം നക്ഷത്ര സമൂഹം. നമ്മൾ 27 നക്ഷത്രങ്ങളുടെ കാര്യം പറയാറുണ്ടല്ലോ. അതിൽ മിക്കവാറും ഒക്കെ നക്ഷത്ര കൂട്ടങ്ങളാണ്. ഒന്നിൽ കൂടുതൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് നമ്മൾ ഈ അശ്വതി മുതൽ രേവതി വരെ പറയുന്ന 27 നക്ഷത്രങ്ങൾ. അശ്വതി കട്ടിൽക്കാല് പോലെ അല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. ഇത് ഓരോന്ന് ഏത് ആകൃതിയിലാണ് എന്നൊക്കെ പറയുന്നു. ആകാശത്തിൽ പണ്ട് ഈ വാനശാസ്ത്രം നല്ല വശമുള്ളവർ ഇങ്ങനെ നഗ്നനേത്രങ്ങളിലൂടെ ഇതാണ് അശ്വതി, അതാണ് കാർത്തിക, ഇതാണ് രേവതി എന്നൊക്കെ ചൂണ്ടിക്കാണിക്കും. ഇപ്പോഴുള്ള പിള്ളേർക്ക് സൂര്യൻ എന്താണ്, ചന്ദ്രൻ എന്താണ് എന്ന് പോലും അറിയില്ല. ഈ കുട്ടികളെടുത്ത് ചോദിച്ചു നോക്കും, ഒരൊറ്റ സസ്യങ്ങളെക്കുറിച്ചോ മരങ്ങളെക്കുറിച്ചോ അവർക്കൊന്നും അറിയില്ല. ഒരുപക്ഷെ മാവും പ്ലാവും തെങ്ങും ഒക്കെ പറയുമായിരിക്കും. ഒരു ചെടിയുടെ തൈ കണ്ടാൽ ഇത് മത്തൻ്റെ തൈയാണോ പടവലത്തിൻ്റെ തൈയാണോ അല്ലെങ്കിൽ കറിവേപ്പില വൃക്ഷത്തിൻ്റെ തൈയാണോ, ആ ഇലകളുടെ ആകൃതിയും ഘടനയും ഒക്കെ നോക്കിയിട്ട് ഇത് ഏത് ചെടിയാണ് അല്ലെങ്കിൽ സസ്യമാണ് എന്നൊന്നും പറയാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI, കമ്പ്യൂട്ടർ എല്ലാം അറിയാം. ഒരു കുട്ടിയെടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞാണ്, ഇതിൽ ഒരു അതിശയോക്തിയുമില്ല. എവിടെ നിന്നാണ് പാല് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ മിൽമ കൗണ്ടറിൽ നിന്നാണ് പാല് കിട്ടുന്നതെന്നാണ്. കാരണം അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട്. അച്ഛൻ എവിടുന്നാണ് പാല് വാങ്ങിക്കുന്നത്? മിൽമയുടെ ഔട്ട്ലെറ്റിൽ നിന്നും. അപ്പോൾ പാല് കിട്ടുന്നത് മിൽമയുടെ ഔട്ട്ലെറ്റിൽ നിന്ന്. ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക്? പശു എന്നൊരു ജീവിയുണ്ടെന്നും അതിൽ നിന്ന് കറന്നെടുക്കുന്നതാണ് പാലെന്നും കുട്ടികൾക്കറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ BTech, MTech, ഹോം സയൻസ്, മറ്റേത് മറിച്ചത്. ഹോം സയൻസ് PG എടുത്ത ഒരു കുട്ടി, പെൺകുട്ടിയാണ്. സാധാരണ ഈ ഹോം സയൻസ് പാചകവും അടുക്കളയും അതുപോലെയായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ഹോം സയൻസ്. ഹോം സയൻസ് പാസ്സായ അതിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരു പെൺകുട്ടിക്ക് അടുപ്പ് കത്തിക്കാൻ അറിയില്ല. ഇവർ എന്താണ് ഹോം സയൻസ് പഠിച്ചത്? അടുപ്പ് കത്തിക്കാൻ അറിഞ്ഞൂടാ. ഇപ്പോഴുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ പിന്നെ മറ്റേ ലൈറ്റർ ഉണ്ടല്ലോ, ഗ്യാസ് ലൈറ്റർ, പ്രസ് ചെയ്താൽ മതി. പണ്ട് നമ്മൾ അടുപ്പ് കൂട്ടി അത് ഇങ്ങനെ തീ ഇത് ചെയ്യുന്നത് മറ്റേ ഇതൊക്കെ ചെറിയ ഈ ചിരട്ടയും ചകിരിയും ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ അടുപ്പ് കത്തിക്കുക എന്നുള്ളത് ഒരു കലയാണ്. പലർക്കും അതറിയില്ല. അടുപ്പ് കത്തിച്ചിട്ട് വേണ്ടേ പാചകം ചെയ്യാൻ. അപ്പോൾ ഒന്നും അറിഞ്ഞൂടാ. എല്ലാം പുസ്തകത്തിലുള്ളത് അതുപോലെ
വിഴുങ്ങുക. വിഴുങ്ങിയിട്ട് ഉത്തരക്കടലാസിൽ അതുപോലെ ഛർദ്ദിച്ച് വെക്കുക. മഗ്ഗിങ് അപ്പ്, കാണാപ്പാഠം പഠിച്ച് അതുപോലെ എഴുതി വയ്ക്കുക. പ്രായോഗിക വശം ഒന്നും അറിയില്ല. എന്നിട്ട് സമ്പൂർണ്ണ ചാചരത എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല കേട്ടോ. സമ്പൂർണ്ണ ചാചരതയാണ് നമ്മൾ കാണുന്നത്. സഹപാഠിയെ 4-5 പേര് ചേർന്ന് തല്ലി കുലിക്കുക. കൂടെ പഠിക്കുന്ന കുട്ടികൾ ഒരുത്തൻ്റെ മൂക്കിൻ്റെ പാലം അടിച്ച് തകർക്കുക. എന്തൊക്കെയാണ്, നാണമാവുന്നില്ലേ? സത്യത്തിൽ കേരളീയൻ എന്ന് പറയാൻ നമ്മളൊക്കെ ലജ്ജിക്കണം. കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ എന്താണ് സാക്ഷരത, എന്ത് വിദ്യാഭ്യാസം, എന്ത് സംസ്കാരമാണ് ഇവിടെ നിലനിൽക്കുന്നത്? ഇപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നല്ലതുപോലെ അറിയാം. ഇതൊക്കെ കേൾക്കാൻ വരുന്നവർ 50-60 വയസ്സ് കഴിഞ്ഞവരാണ്. ഒറ്റ കുട്ടികൾ ഇല്ല, ഇളം തലമുറയിലുള്ള ആരുമില്ല. അപ്പോൾ ഈ നക്ഷത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ആകാശത്തിൽ സഞ്ചരിക്കുന്നത്? നിരാധാരം കഥം യാതി ഭ്രമതി. ഒരധിഷ്ഠാനവും ഒരു സപ്പോർട്ടും ഒരു താങ്ങുമില്ലാതെ ഈ ശൂന്യാകാശത്തിൽ നക്ഷത്ര സമൂഹങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു, ഭ്രമണം ചെയ്യുന്നു? ത്വദുക്തോ ഗിരിശ്ച കഥം ലോകാലോക. അങ്ങ് പറഞ്ഞ ഈ ലോകാലോക പർവ്വതം അതെന്താണ്? തത് സംജ്ഞാനിമിത്തം കിമിത്യർത്ഥ. എന്തുകൊണ്ട് ആ പർവ്വതത്തിന് ലോകാലോക പർവ്വതം എന്ന പേര് ലഭിച്ചു? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ. സംസ്കൃതത്തിലുള്ള എല്ലാ പദങ്ങൾക്കും അർത്ഥമുണ്ട്, അതായത് ഒന്നിന് ആ പേര് നൽകിയത് അർത്ഥത്തോടു കൂടിയാണ്, യുക്തിയുക്തമായിട്ടാണ് ഓരോന്നിനും പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ലോകാലോക പർവ്വതം എന്നുള്ള പേര് അതിന് എങ്ങനെ ലഭിച്ചു? ഇത്രയുമാണ് രാമൻ്റെ ചോദ്യം. ഒരൊറ്റ ചോദ്യം കൊണ്ട് കുറേ കാര്യങ്ങൾ രാമൻ ചോദിക്കുന്നു. വസിഷ്ഠ മഹർഷി മറുപടി പറയുകയാണ്. ശ്രീ വസിഷ്ഠ ഉവാച യഥാ സങ്കൽപ്പരചിത ശിശോർവ്യോമനി തിഷ്ഠതി വീടാ ചിന്മാത്ര ബാലേന കൽപ്പിതാ ഭൂസ്തഥാംബരേ. രാമ, ഇതൊക്കെ എങ്ങനെ നിൽക്കുന്നു? എങ്ങനെയാണ് ചുറ്റിത്തിരിയുന്നത്? എന്തുകൊണ്ട് ഇവ താഴേക്ക് പോകുന്നില്ല? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് സങ്കല്പത്തിൽ പൊന്തിയതാണ്. സങ്കല്പത്തിൽ പൊന്തിയതാണ്. മനസ്സിൻ്റെ സങ്കല്പം, മനസ്സിൻ്റെ വിഭ്രമം, അതാണ് ഈ പ്രപഞ്ചം. യഥാ സങ്കല്പരചിത ശിശോർ വ്യോമനി തിഷ്ഠതി. ഒരു കുഞ്ഞിൻ്റെ, അതായത് വിവേകം അല്പം പോലും ഇല്ലാത്ത ഒരു ചെറിയ കുഞ്ഞ്, അതിൻ്റെ മനസ്സ് എന്തൊക്കെയോ ഭാവന ചെയ്യുന്നു. ആ കാഴ്ചകളെയൊക്കെ സത്യമെന്ന് കരുതി ആ കുഞ്ഞ് കഴിയുന്നു. ഇതുപോലെ വെറും മാനസികമാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ സങ്കല്പത്തിൽ വിടർന്നതാണ് ഈ പ്രപഞ്ചം. ഇത് എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ സങ്കല്പത്തിൽ നിൽക്കുന്നു. ഇത് ആകാശത്തിൽ നിൽക്കുന്നു. ആകാശത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആകാശം എവിടെ നിൽക്കുന്നു? അതും കൂടെ പറയൂ. എല്ലാം ആകാശത്തിൽ നിൽക്കുന്നു, സ്പേസിൽ എന്ന് നമ്മൾ പറയുന്നു. ഈ സ്പേസ് എവിടെ നിൽക്കുന്നു? ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ ആധുനിക ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഉപനിഷത്ത് ഈ ചോദ്യം ചോദിച്ച് അതിന് മറുപടി പറയുന്നു. ആകാശം എവിടെ നിൽക്കുന്നു? ബാലകൃഷ്ണൻ നായർ സാറ് അതിമനോഹരമായി വിശദീകരിക്കും. ആകാശത്തെ ഉണ്ടെന്നറിയുന്ന ബോധത്തിൽ നിൽക്കുന്നു. ബ്രഹ്മത്തിലാണ് ആകാശം നിൽക്കുന്നത്. ആകാശം എന്നുള്ളത് ഒരു സങ്കല്പമാണ്, ഒരനുഭവമാണ്. ഏതനുഭവത്തിനും ആധാരം ബോധമാണ്, ചിത്താണ്. അതുകൊണ്ട് ആകാശം എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ആകാശത്തെ ഉണ്ടെന്നറിയുന്ന ബോധത്തിൽ ആകാശം നിൽക്കുന്നു. ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിക്കാം. ബോധം എവിടെ നിൽക്കുന്നു? ബോധത്തിന് നിൽക്കാനിടമില്ല. എന്തുകൊണ്ടെന്നാൽ ഇടം പോലും ബോധത്തിലാണ്, സങ്കല്പ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ബോധം എവിടെ നിൽക്കുന്നു? അതിൽ തന്നെ നിൽക്കുന്നു. സ്വേ മഹിംനി, തൻ്റെ മഹിമാവിൽ സ്ഥിതി ചെയ്യുന്നു. അതല്ലാതെ മറ്റൊരു ഉത്തരവും നൽകാനില്ല. സത്യം ഏതിൽ പ്രതിഷ്ഠിതമാണ്?
സത്യത്തിൽ തന്നെ പ്രതിഷ്ഠിതമാണ്. മറ്റുള്ളവയെല്ലാം സത്യത്തിൽ പ്രതിഷ്ഠിതങ്ങളാണ്. അതുകൊണ്ട് ആധാരം അധിഷ്ഠാനം എവിടെ എന്നുള്ള ചോദ്യം ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കൂ. നിങ്ങൾ ബോധത്തിലെത്തിച്ചേരും. ഞാൻ എന്നുള്ളത് ഒരു സങ്കല്പമാണ്. ഞാൻ പ്രകടമാകുന്ന അവസരങ്ങളുണ്ട്, ഞാൻ പ്രകടമാകാതെ ലയിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട്. ഈ ഞാൻ പോലും പൊന്തിമറയുന്നതാണ്. ഈ ഞാൻ എവിടെ നിൽക്കുന്നു? ഞാനിനെ ഉണ്ടെന്നറിയുന്നത് ബോധമാണ്, ആത്മാവാണ്. ആത്മാവിൽ പൊന്തിയ ഒരു ഭ്രമം മാത്രമാണ് ഈ ഞാൻ. ഭ്രമം ആ ബോധത്തിലല്ലാതെ വേറെ എവിടെ നിൽക്കാൻ പറ്റും? ഞാനെന്ന അനുഭവം, ഞാനുണ്ട്. ഈ ഞാനിനെ ഉണ്ടെന്നറിയുന്നത് ഞാനാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഞാനിന് ഉണ്മ നൽകുന്നത് ഞാനിൻ്റെ അധിഷ്ഠാനമായ ബ്രഹ്മമാണ്, ചിത്താണ്, ബോധമാണ്. ആ ബോധമാണ് അനന്തകോടി ജീവന്മാരെ അല്ലെങ്കിൽ ഞാനുകളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഞാൻ ഭാവം കള്ളം, ഞാനിനെ പ്രകാശിപ്പിക്കുന്ന ആത്മാവ് സത്യം. ഇപ്പം അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. യഥാസങ്കൽപ്പരചിത ശിശോർ വ്യോമനി തിഷ്ഠതി. ഒരു ശിശുവിൻ്റെ സങ്കല്പങ്ങൾ അതിൻ്റെ മനസ്സാകുന്ന ആകാശത്തിലാണ് നിൽക്കുന്നത്. കുട്ടി എന്തൊക്കെയോ സങ്കല്പിക്കുന്നു. കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്, കുട്ടിക്ക് മനസ്സുണ്ട്. കുട്ടിയുടെ മനസ്സിൽ വിടരുന്ന ഭാവനകൾ എന്തൊക്കെ, അത് കുട്ടിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. നിങ്ങളുടെ ഉള്ളിലെ ഭാവന എന്താണ്, എൻ്റെ ഉള്ളിലെ സങ്കല്പം അല്ലെങ്കിൽ ഭാവന എന്താണെന്ന് മറ്റൊരാൾക്കറിയാൻ പറ്റില്ല. അത് അതാത് വ്യക്തിക്ക് മാത്രം അറിയാൻ കഴിയുന്ന ഒന്നാണ്. ശിശുവിൻ്റെ മനസ്സ് ഭ്രാന്തമായി എന്തിനെയൊക്കെയോ ഇങ്ങനെ സങ്കല്പിക്കുന്നു. അതിനെയൊക്കെ ശിശു അറിവില്ലാത്തവനായതുകൊണ്ട് സത്യമെന്ന് കരുതി ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു. എപ്പോഴും സുന്ദരങ്ങളായ ദൃശ്യങ്ങളല്ല ഈ മനസ്സ് ഉണ്ടാക്കി കാണിക്കുന്നത്. ചിലപ്പോൾ ഭീകര ദൃശ്യങ്ങളെയും ഉണ്ടാക്കി കാണിക്കും. സ്വപ്നം കണ്ട് ചിരിക്കുന്ന കുട്ടിയുണ്ട്. അതേ കുട്ടി തന്നെ കുറച്ച് കഴിഞ്ഞ് അകാരണമായി കരയും. അതിൻ്റെ മനസ്സ് ഏതോ ഭീകര ദൃശ്യങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് വിവേകമില്ലാത്തത് കൊണ്ട് മനസ്സിൻ്റെ ഭാവനകളെ, സങ്കല്പങ്ങളെ സത്യമെന്ന് കരുതി ചിലപ്പോൾ ചിരിക്കുകയും മറ്റു ചിലപ്പോൾ കരയുകയും ചെയ്യുന്നു. മനുഷ്യരുടെയും കഥ ഇത് തന്നെയാണ്. പ്രായമേറിയ കുഞ്ഞാണ് മനുഷ്യൻ. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്നൊരു ചൊല്ലുണ്ട്. ബാലൻ മനുഷ്യൻ്റെ അച്ഛനാണ്. അതെങ്ങനെ? ബാലൻ വളർന്നല്ലേ പൂർണ്ണ വളർച്ച എത്തിയ മനുഷ്യനാവുന്നത് അല്ലെങ്കിൽ മുതിർന്നവരാവുന്നത് എന്ന് ചോദിച്ചാൽ, ബാലനില്ലായിരുന്നെങ്കിൽ പൂർണ്ണ വളർച്ചയിൽ ആരാണ് എത്തുക? വിത്തില്ലാതെ വൃക്ഷമില്ലല്ലോ. വൃക്ഷത്തിൻ്റെ അച്ഛനാണ് വിത്ത്. വിത്ത് ചെറുതല്ലേ? ആയിക്കോട്ടെ, വിത്ത് ചെറുതാണ്. വിത്തിൽ നിന്നാണ് വൃക്ഷം ഉണ്ടാവുന്നത്. കുഞ്ഞ് വളർന്നാണ് അച്ഛനാവുന്നത് അല്ലെങ്കിൽ മുതിർന്ന ഒരാളായി മാറുന്നത്. അതുകൊണ്ട് ശിശു മുതിർന്ന മനുഷ്യരുടെ പിതാവാണ്. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. നമുക്ക് കേൾക്കുമ്പോൾ വിരോധാഭാസമായിട്ട് തോന്നുന്നു. വാസ്തവത്തിൽ ഈ ശിശു എന്നുള്ള അവസ്ഥയും പ്രായപൂർത്തിയായ അവസ്ഥയും ഇത് രണ്ടും ഭ്രമമാണ്. ഈ ഭ്രമത്തിനകത്ത് കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എന്തിൻ്റെ കാരണം? വിത്തും വൃക്ഷവും, മാങ്ങയും മാങ്ങേണ്ടിയും, കോഴിയും മുട്ടയും. കോഴി ഇടുന്നതാണ് മുട്ട. മുട്ടയിൽ നിന്ന് ജനിക്കുന്നതാണ് കോഴി. കോഴിമുട്ടയാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ആ കോഴിമുട്ട ഇട്ട ഒരു കോഴി ഉണ്ടാവണമല്ലോ. ശരി, അപ്പോൾ കോഴിയാണ് ആദ്യം എന്ന് പറയാമോ? കോഴിയാണ് ആദ്യം എന്ന് പറഞ്ഞാൽ ആ കോഴി ഒരു കോഴിമുട്ടയിൽ നിന്ന് ജനിച്ചതാവാനേ അല്ലേ പറ്റൂ. അപ്പോൾ ആ മുട്ടയ്ക്ക് കാരണമായ ഒരു കോഴി ഉണ്ടാവണമല്ലോ. ചുരുക്കം, ഇത് അവസാനിക്കാതെ ഒരിക്കലും ഇതിന് ഒരു അന്ത്യം കണ്ടെത്താൻ സാധ്യമല്ല.
യുക്തി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ രണ്ടെണ്ണത്തിൽ ഏത്? കാര്യം തന്നെ കാരണമായിരിക്കുന്നു, കാരണം തന്നെ കാര്യവുമാവുന്നു. ഇപ്പോൾ ഈ സാപേക്ഷങ്ങളായ കാര്യകാരണങ്ങളിൽ ഏതാണ് ആദ്യം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കുറേ ആളുകൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുന്നു. അതിൽ നമ്മൾ ആദി പുരുഷനും ആദി സ്ത്രീയും അവരാണല്ലോ ആദവും ഹൗവയും. ഇപ്പോൾ കുറേ ആളുകൾ അതിൽ ആ കൂട്ടത്തിൽ ആദവും ഉണ്ട്. അപ്പോൾ ഇതൊരു കുസൃതി ചോദ്യമാണ്. ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് നിന്ന് ആദത്തെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? കുസൃതി ചോദ്യമാണ്. ശരിയായ ഉത്തരം പറഞ്ഞാൽ സമ്മാനമൊന്നുമില്ല, നിങ്ങൾ മിടുക്കനാണ്, ബുദ്ധിയുള്ളവനാണ് എന്ന് അംഗീകരിക്കാം. കുറേ ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളെന്ന് കൂടി വിചാരിച്ചോളൂ, കൂട്ടിക്കോളൂ. ആ ഇത്രയും ആളുകളിൽ നിന്ന് ആദത്തെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? വസ്ത്രമോ? ആദത്തിന് വസ്ത്രം ഉടുപ്പിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലോ? ഏറ്റവും പ്രായമോ? അതല്ല, ഇപ്പൊ കുറേ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അവരുടെ ഇടയ്ക്ക് ആദമുണ്ട്. ഈ ആദത്തെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ഞാൻ ആദത്തെ കണ്ടിട്ടില്ല, അയാൾ ആദി മനുഷ്യനല്ലേ, അങ്ങനെയൊന്ന് എന്തെങ്കിലുമൊക്കെ ചൊല്ലി തടി തപ്പാൻ ശ്രമിക്കരുത്. വളരെ എളുപ്പമാണ്. ആദം ആദിമ മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് പൊക്കിളുണ്ടാവില്ല. പൊക്കിൾ കൊടി മുറിച്ചിട്ടാണല്ലോ പൊക്കിളുണ്ടാവുന്നത്. അപ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭകോശത്തിൽ ജനിച്ച് പുറത്തു വന്ന അല്ല ആദം. അതുകൊണ്ട് ആർക്കാണ് ഈ കൂട്ടത്തിൽ പൊക്കിളില്ലാത്തത് എന്ന് നോക്കി ആദമിനെ തിരിച്ചറിയാം. നല്ല ചോദ്യമല്ലേ? അപ്പൊ ആദത്തിന് പൊക്കിളുണ്ടാവില്ല, കാരണം ഗർഭകോശത്തിൽ നിന്ന് പുറത്തു വന്ന ആളല്ല. അപ്പോൾ ഒരു ശിശുവിൻ്റെ ഇതൊക്കെ എവിടെയെങ്കിലും നമ്പർ അടിക്കാൻ കേട്ടോ. കുട്ടികളുടെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ഇതുപോലെയുള്ള ചില പൊടിക്കൈകൾ, ചില നമ്പറുകൾ ആൾക്കാരെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ സൂക്ഷിച്ചോളൂ. അപ്പോൾ ശിശുവിൻ്റെ മനസ്സിൽ പൊന്തുന്ന സങ്കല്പങ്ങൾ ശിശുവിന് സത്യമായി അനുഭവപ്പെടുന്നത് പോലെ ചിന്മാത്ര ബാലേന ഭൂഹു അംബരെ വീടാ കൽപ്പിത. ഇവിടെ ശിശു ആരാണെന്ന് ചോദിച്ചാൽ അജ്ഞാനിയായ ജീവൻ. അജ്ഞാനിയായ ജീവൻ എന്ന് പറഞ്ഞാൽ ജീവൻ ചിത്ത് തന്നെ. അജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടി ചേർന്ന് വർത്തിക്കുന്ന ചിത്താകുന്ന ബാലൻ കളിക്കുന്ന പന്താണ് ഈ ഭൂമി. പന്തും ഗോളാകൃതിയിലാണ്, ഭൂമിയും ഗോളാകൃതിയിലാണ്. അപ്പോൾ ചിന്മാത്ര ബാലൻ കളിക്കുന്ന പന്ത് പോലെയാണ് ഈ ഭൂമി. അദ്ദേഹം എങ്ങനെയാണ് ഈ പന്ത് വെച്ച് കളിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പന്ത് നമ്മൾ കാലുകൊണ്ട് തട്ടി കളിക്കുന്നത് പോലെ അല്ല. ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ ഉണ്ടെന്ന് അനുഭവിക്കുന്നത് ചൈതന്യാംശമായ ജീവനാണ്. എവിടെയാണ് ഈ ഭൂമിയാകുന്ന പന്ത് സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അനന്തമായ ശൂന്യാകാശത്തിൽ. അംബരേ ഭൂഹു, ആകാശത്തിൽ ഈ ഭൂഗോളം ചിത്താകുന്ന ബാലകനാൽ ഒരു പന്ത് എന്ന പോലെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സങ്കല്പത്തിലൂടെ ഉണ്ട് എന്ന് ചിത്ത അനുഭവിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ആധാരം എന്താണ്, അധിഷ്ഠാനം എന്താണ് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. സങ്കല്പങ്ങൾക്ക് വിശേഷിച്ച അധിഷ്ഠാനമൊന്നുമില്ല, വെറുതെ പൊന്തുന്ന ഭ്രമദൃശ്യങ്ങളാണ് സങ്കല്പങ്ങൾ. എന്നാലും ശൂന്യതയിൽ നിന്ന് സങ്കല്പം പൊന്താൻ പറ്റില്ല എന്നുള്ള യുക്തിയെ ആശ്രയിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ അടിസ്ഥാനം ചിത്താവാനേ പറ്റൂ. ശൂന്യതയിൽ കാനൽ ജലം കാണപ്പെടുകയില്ലല്ലോ. കാനൽ ജലം കാണപ്പെടുന്നത് മരുഭൂമിയിൽ മാത്രമാണ്. അതുകൊണ്ട് ഭ്രമരൂപമായ കാനൽ ജലത്തിൻ്റെ അധിഷ്ഠാനം മരുഭൂമിയാണ് എന്ന് പറയേണ്ടി വരും.
ശൂന്യതയുടെ അനുഭവം നിൽക്കുന്നത് സാന്ദ്രമായ ബോധത്തിലാണ്. ആകാശം ശൂന്യതയുടെ അനുഭവമാണ്, പക്ഷേ അതിനെ ഉണ്ടെന്ന് അനുഭവിക്കാൻ ബോധം കൂടിയേ തീരൂ. തത്ര ആദ്യ പ്രശ്നസ്യ വസിഷ്ഠഃ പ്രഥമമുത്തരമാഹ. രാമൻ്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഈ ഭൂഗോളം എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ശൂന്യാകാശത്തിൽ ചുറ്റിത്തിരിയുന്നത്? ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് വസിഷ്ഠ മഹർഷി ആദ്യം പറയുന്നത്. വീടാ. വീട എന്ന് പറഞ്ഞാൽ ബീഡ അല്ല, മറ്റേ മുറുക്കാൻ എന്നുള്ളതല്ല, അത് ബീഡ അതല്ല. വീട എന്ന് പറഞ്ഞാൽ പന്ത് എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. കന്തുകം എന്നൊരു വാക്കുണ്ട്, അതല്ലാതെ മറ്റൊരു വാക്കാണ് വീട, സ്ത്രീലിംഗ ശബ്ദമാണ്. കന്തുകം നപുംസകലിംഗമാണ്. വീട കന്തുക അല്ല, നപുംസകമല്ല, പുല്ലിംഗം. വീട എന്ന് പറഞ്ഞാൽ കന്തുകഃ, പന്ത് എന്നർത്ഥം. ചിന്മാത്രബാലേന ഹിരണ്യഗർഭേണ കൽപ്പിത. ചിത്തിൻ്റെ ചിന്മാത്ര ബാലകൻ, ചിത്തിൽ നിന്ന് ആദ്യം ജനിച്ച ശിശു ആരാണ്? ഹിരണ്യഗർഭൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രഹ്മദേവൻ. ആ ബാലനാണ് ഈ ലോകമാകുന്ന പന്ത് വെച്ച് കളിക്കുന്നത്. ചിന്മാത്ര ബാലൻ, ബ്രഹ്മദേവൻ, സൃഷ്ടികർത്താവ് എന്നർത്ഥം. ചിന്മാത്ര ബാലേന ഹിരണ്യഗർഭേണ കൽപ്പിത. അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ ഉണ്ടായതാണ് ഈ ഭൂമി. ഭൂഹു അപി തഥാ അംബരേ ആകാശേ തിഷ്ഠതി. ഈ ഭൂമി എവിടെ നിൽക്കുന്നു? ഭൂമി ചുറ്റിത്തിരിയുന്നത് ശൂന്യാകാശത്തിലാണ്. അതുകൊണ്ട് ശൂന്യാകാശമാണ് ഭൂമിയുടെ അധിഷ്ഠാനം എന്ന് പറയാം. അത് ശൂന്യാകാശത്തിൽ നിൽക്കുന്നു. ന പതതി ഇത്യർത്ഥ. അത് താഴേക്ക് വീണു പോകുന്നില്ല. താഴേക്ക് വീഴാത്തത് എന്തുകൊണ്ട്? ഭൂമി എന്തുകൊണ്ട് താഴേക്ക് വീഴുന്നില്ല? ഭൂമിയിൽ നിന്നും മുകളിലേക്ക് എറിയപ്പെട്ട ഏത് വസ്തുവും ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരും. അതിനെയാണ് നമ്മൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഭൂമി എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. പക്ഷേ ഈ ഭൂമി വീഴാതെ നിൽക്കാൻ എന്താണ് കാരണം? ഭൂമിയെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ആകർഷിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഭൂമി താഴേക്ക് വീഴുന്നില്ല. ഭൂമിയെ ആകർഷിക്കാൻ ഭൂമിയെക്കാളും വലിയ മറ്റേതെങ്കിലും ഗ്രഹമോ നക്ഷത്രമോ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് ഈ ഭൂമി അതിവേഗത്തിൽ പാഞ്ഞ് ആ നക്ഷത്രത്തിലോ ആ ഗ്രഹത്തിലോ ചെന്ന് ഒട്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ ആകർഷിക്കാനൊന്നുമില്ല. കാരണം അനേകം ഗോളങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇവ പരസ്പരം ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത്. അദ്ദേഹം ലോ ഓഫ് ഗ്രാവിറ്റി മാത്രമല്ല കണ്ടുപിടിച്ചത്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിദ്ധാന്തമുണ്ട്, ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിലുള്ള ചെറുതും വലുതുമായ ഓരോ വസ്തുവും മറ്റോരോ വസ്തുവിനെയും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു, മറ്റുള്ളവയാൽ ഇവ ആകർഷിക്കപ്പെട്ടുകൊണ്ടുമിരിക്കുന്നു. അതായത് എൻ്റെ വലത് കൈ പിടിച്ച് ഒരാൾ ഒരു സ്ഥലത്തേക്ക് വലിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ എതിർദിശയിൽ എൻ്റെ ഇടത് കൈ പിടിച്ച് മറ്റൊരാൾ വലിച്ചാൽ ഞാൻ അവിടെ തന്നെ നിൽക്കും. ഈ രണ്ടു പേർക്കും തുല്യ ശക്തിയാണെന്ന് വിചാരിക്കുക. തുല്യ ബലങ്ങൾ എതിർദിശയിൽ പ്രവർത്തിച്ചാൽ ആ വസ്തു ചലിക്കുകയില്ല. എന്നാൽ രണ്ടുപേരും വലിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞാൻ അനങ്ങുന്നില്ല. ഇതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ കണികയും ഓരോ ഗോളവും ഓരോ ഗ്രഹവും ഓരോ നക്ഷത്രവും ഓരോ ഉപഗ്രഹവും പരസ്പരം ആകർഷിച്ചുകൊണ്ട് കഴിയുന്നു. ഒന്ന് മറ്റൊന്നിനെ ആകർഷിക്കുമ്പോൾ മറ്റേവൻ ഉണ്ടായിരിക്കുന്നില്ല, അവൻ തിരിച്ച് ഇവനെ ആകർഷിക്കും. ഇപ്പം 2 ഗോളങ്ങളല്ല ലോകത്തിലുള്ളത്, ആയിരക്കണക്കിന് ഗോളങ്ങൾ നക്ഷത്രങ്ങളുണ്ട്. ഇവയോരോന്നും പരസ്പരം ആകർഷിക്കുകയും ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആർക്കും സ്വാതന്ത്ര്യമില്ല, എല്ലാം നിന്നിടത്ത് നിന്ന് കറങ്ങുന്നു. അതാണ് താഴെ വീഴാതിരിക്കാൻ കാരണം. അദൃശ്യമായ ആകർഷണ ശക്തി എന്ന ചരടുകൾ കൊണ്ട് 4 ഭാഗത്തു നിന്നും ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് അല്ലെങ്കിൽ വലിക്കപ്പെടുന്നത് കൊണ്ട് ഒന്നിനും സ്വതന്ത്രമായി ആകർഷണ വലയത്തെ ഭേദിച്ച് പോകാൻ കഴിയുന്നില്ല.
അതുകൊണ്ട് എല്ലാം നിന്നയിടത്ത് തന്നെ നിന്ന്, അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ ഭ്രമണപഥത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. പരസ്പര ആകർഷണമാണ് അതിന് കാരണം. ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. യഥാ തിമിരികാക്ഷാണാം കേശചന്ദ്രാദിദർശനം ചിദാകാശസ്യ സർഗാദൗ തഥാ പൃഥ്വ്യാദിദർശനം. പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തി, പ്രപഞ്ചം എങ്ങനെയാണ് തുടങ്ങിയത്, ആരംഭിച്ചത്, അതാണ് വസിഷ്ഠ മഹർഷി വ്യക്തമാക്കുന്നത്. യഥാ തിമിരികാക്ഷാണാം, തിമിരം ബാധിച്ച കണ്ണുകൾക്ക് എങ്ങനെയാണോ ആകാശത്തിൽ ചെറിയ ചെറിയ മുടിനാരുകൾ പോലെയുള്ള വസ്തുക്കൾ ഉള്ളതുപോലെ തോന്നുന്നത്, അതുപോലെ ഈ തിമിരം ബാധിച്ചവർ ആകാശത്തിലെ ചന്ദ്രനെ കണ്ടാൽ രണ്ട് ചന്ദ്രൻ അവർക്ക് കാണാൻ പറ്റും. ഒരു ചന്ദ്രൻ, അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ചന്ദ്രൻ, ഉള്ളത് ഒരു ചന്ദ്രൻ, അടുത്ത് രണ്ടാമതായി അവർ കാണുന്ന മറ്റൊരു ചന്ദ്രൻ ഇവരുടെ ദൃഷ്ടി ദോഷം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നതാണ്. ദ്വിചന്ദ്രത്വം എന്നാണ് പറയുന്നത്. രണ്ടാമതൊരു ചന്ദ്രൻ, ഈ ഒന്നിനെ കാണുമ്പോൾ രണ്ടായിട്ട് കാണുന്നു. എല്ലാം രണ്ടായി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് തകരാറുണ്ട് എന്നർത്ഥം. രണ്ട് കാണുന്നവൻ ഭ്രമിച്ചവനാണ്. ദ്വൈതത്തെ സത്യമെന്ന് കരുതുന്നവൻ അജ്ഞാനിയാണ്. ഒന്നിനെ മാത്രം കാണണം. ആ ഒന്നാണ് ബ്രഹ്മം. ആ ഒന്നായിരിക്കുന്ന, ഏകമായിരിക്കുന്ന സത്യത്തെ മാത്രം സദാ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവൻ, അതിനെ മറക്കാതെ സ്മരണയിൽ നിലനിർത്തുന്നവൻ, അയാളാണ് തത്വജ്ഞൻ, തത്വജ്ഞാനി. ഇപ്പോൾ തിമിരം ബാധിച്ച കണ്ണുകൾക്ക് ആകാശത്തിൽ മുടിനാര് പോലെയുള്ള ചില ഭ്രമദർശനങ്ങൾ കാണാൻ കഴിയും. അതുപോലെ ഒരു ചന്ദ്രനെ കണ്ടാൽ അവർക്ക് രണ്ട് ചന്ദ്രൻ ഉള്ളതുപോലെ തോന്നും ആ കണ്ണുകൾക്ക്. അത് ദൃഷ്ടിദോഷമാണ്. വാസ്തവത്തിൽ രണ്ട് ചന്ദ്രന്മാരില്ല. ഇതുപോലെ ചിദാകാശസ്യ സർഗാദൗ, സൃഷ്ടിയുടെ ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് എപ്പോഴാണോ തോന്നാൻ ആരംഭിച്ചത്, ആർക്കാണിത് തോന്നുന്നത്? ജീവനാണ് തോന്നുന്നത്. ഈ ജീവൻ അന്തിമമായി ചിത്ത് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. ആ ചിത്താകട്ടെ ആകാശം പോലെ വ്യാപിച്ചു നിൽക്കുന്ന സത്യവുമാണ്. അപ്പോൾ സർഗത്തിൻ്റെ ആരംഭത്തിൽ, സൃഷ്ടിയുടെ ആദിയിൽ ചിദാകാശത്തിനാണ് ഭൂമി മുതലായ കാഴ്ചകൾ ഉള്ളതുപോലെയായിത്തീർന്നത്. ജീവനാണ് പ്രപഞ്ചാനുഭവം. ബ്രഹ്മത്തിന് പ്രപഞ്ചാനുഭവമില്ല. ദൈവം പ്രപഞ്ചത്തെ അറിയുന്നുവോ? നമ്മളൊക്കെ ഇവിടെയുണ്ട്. നമ്മളൊക്കെ ഇവിടെ പലതരം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പരാതിയും പരിഭവവും ഒക്കെ അദ്ദേഹം കേൾക്കുന്നുണ്ടോ, ചെവിക്കൊള്ളുന്നുണ്ടോ? അദ്ദേഹം അതൊക്കെ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്നു എന്നാണല്ലോ നമ്മുടെ വിശ്വാസം, ഇല്ലേ? നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നു. എൻ്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം മാറ്റിത്തരും. നമ്മുടെ പ്രാർത്ഥനയോ ആവശ്യമോ കേൾക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ചെവിയില്ലാത്തവൻ എങ്ങനെ കേൾക്കും? കണ്ണില്ലാത്തവൻ എങ്ങനെ കാണും? നാവില്ലാത്തവൻ എങ്ങനെ രുചിക്കും? മൂക്കില്ലാത്തവൻ എന്തിനെയാണ് മണക്കുക? ത്വക്കില്ലാത്തവന് എന്തിനെയാണ് സ്പർശിക്കാൻ കഴിയുക? മനസ്സില്ലാത്തവന് എന്തിനെയാണ് ചിന്തിക്കാൻ കഴിയുക? ബുദ്ധിയില്ലാത്തവൻ എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? ചിത്തം എന്ന തത്വത്തിന് അപ്പുറത്ത് നിൽക്കുന്നവൻ എന്തിനെയാണ് ഓർമ്മയിൽ സൂക്ഷിക്കുക? സകല ഉപാധികളെയും അതിക്രമിച്ച് നിൽക്കുന്ന ഏകമായ തത്വമാണ് ആത്മാവ്, അല്ലെങ്കിൽ ബ്രഹ്മം. അതല്ലാതെ മറ്റൊന്നുമില്ല. അതിൽ ജീവനില്ല, ജഗത്തില്ല, പ്രപഞ്ചമില്ല. ജഗത്ത് തന്നെയാണ് പ്രപഞ്ചം. അതല്ലാതെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഈ ജീവന്മാരുടെ ആവശ്യങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മൾ ഭഗവാൻ എന്ന് കരുതുന്ന
വ്യക്തി, ഭഗവാൻ ഒരു വ്യക്തിയേ അല്ല. തീർന്നില്ലേ? നമ്മൾ നിവേദനം സമർപ്പിക്കുന്നത് MLA-മാർക്ക്, MP-മാർക്കും മന്ത്രിമാർക്കും ഒക്കെയാണ്. അവരൊക്കെ വ്യക്തികളാണ്. അപേക്ഷ, പ്രാർത്ഥന, അതൊക്കെ വ്യക്തികളോടാണ്. തത്വത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ? തത്വം പ്രാർത്ഥന കേൾക്കാൻ കഴിവുള്ള ഒന്നാണോ എന്ന് ചോദിച്ചാൽ, ആ തത്വം വ്യക്തി അല്ലെങ്കിലും അത് വ്യക്തിയുടെ രൂപത്തിൽ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു തത്വമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമാവില്ല. അത് കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ, മണക്കുന്നുണ്ടോ, രുചിക്കുന്നുണ്ടോ? ഇല്ല. കാരണം അതിന് പഞ്ചേന്ദ്രിയങ്ങളില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, ചിത്തമില്ല. ഇതൊക്കെ ജീവൻ്റെ ഉപാധികളാണ്. ഇതൊന്നും ഇല്ലാതെ അതെങ്ങനെ അറിയും, എങ്ങനെ കാണും, എങ്ങനെ കേൾക്കും എന്ന് ചോദിച്ചാൽ, അത് ശുദ്ധബോധമായി നിൽക്കുന്നത് കൊണ്ട് അതിന് നമ്മുടെ പരാതിയും പരിഭവവും ഒക്കെ കേൾക്കാൻ പഞ്ചേന്ദ്രിയങ്ങളോ, കണ്ണ്, കാത് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളോ, മനസ്സ്, ബുദ്ധി ഇവയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഉപാധികളെ എല്ലാം പ്രകാശിപ്പിക്കുന്ന പരമസത്യമാണ് ആത്മാവ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമാവുകയില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. പക്ഷേ ഒരു വ്യക്തിയായി നിന്നുകൊണ്ടല്ല ജീവന്മാരുടെ പ്രശ്നങ്ങളെ ഈശ്വരൻ പരിഹരിക്കുന്നത്. ആ കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. നല്ല പോലെ ആ കാര്യം ഗ്രഹിക്കണം. അതൊരു വ്യക്തിയല്ല, അതൊരു തത്വമാണ്. വ്യക്തിയെക്കാളും ഉന്നതമായ തലത്തിൽ നിൽക്കുന്നത് ആണ് തത്വം എന്ന് പറയുന്നത്. വ്യക്തിയുടെ തലം താഴെയാണ്, താഴേക്കിടെയാണ് വ്യക്തി എന്ന് പറഞ്ഞാൽ. തത്വം എന്ന് പറയുന്നത് വ്യക്തികളുടെ മുകളിലാണ്. വ്യക്തികളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ആ തത്വം. വ്യക്തികളെ നിയന്ത്രിക്കാനും വ്യക്തികളെ ഉണ്ടാക്കാനും അഴിക്കാനും എല്ലാം ശക്തിയുള്ള തത്വത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മാറി നിന്ന് കാണുന്നില്ല. ഈശ്വരൻ പ്രപഞ്ചത്തെ അറിയുന്നത് ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം, ഞാൻ തന്നെയാണ് ഈ ജീവന്മാർ. അതുകൊണ്ട് ഈശ്വരൻ തന്നെ ജീവന്മാരായിരിക്കുന്നത് കൊണ്ട് ജീവന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ജീവന്മാരെക്കാളും ഈശ്വരൻ്റെ ഒരാവശ്യമാണ്. ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ നേടേണ്ടത് ജീവൻ്റെ ആവശ്യം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ജീവരൂപത്തിൽ ഇവിടെ കിടന്ന് പിടയുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരൻ തന്നെ രക്ഷിച്ചില്ലെങ്കിൽ വേറെ ആര് രക്ഷിക്കും? അതുകൊണ്ട് ജീവഭാവത്തിൽ നിൽക്കാതെ അവൻ താൻ ഞാൻ, അഹം ബ്രഹ്മാസ്മി, ഈ ജീവഭാവത്തെ തട്ടി തകർത്ത് കളയൂ. ഈ ഞാനെന്ന കുടുസായ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. വാസ്തവത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ ജീവഭാവമാണ്. ആ ജീവഭാവത്തെ പതുക്കെ പതുക്കെ അഴിച്ചു കളഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ പതുക്കെ പതുക്കെ പൊട്ടിച്ചു കളഞ്ഞാൽ ജീവൻ തന്നെ ഈശ്വരനായി മാറും. ഈശ്വരന് പ്രശ്നങ്ങളില്ല, ജീവൻ്റെ തലത്തിലാണ് പ്രശ്നങ്ങൾ. അപ്പോൾ പ്രശ്ന പരിഹാരം എങ്ങനെയാണ് നേടേണ്ടത്? ജീവഭാവത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഞാൻ ഈശ്വരനാണ്, ബ്രഹ്മമാണ് എന്ന ഭാവത്തെ വളർത്തുന്നത് കൊണ്ട്, അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ജീവൻ്റെ പ്രശ്നങ്ങൾ അന്തിമമായി പരിഹരിക്കപ്പെടുന്നത്. അല്ലാതെ ഞാൻ വേറെ ജീവൻ വേറെ, എൻ്റെ വഴിപാടുകൾ സ്വീകരിച്ചിട്ട് ഭഗവാൻ എൻ്റെ ദുഃഖങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാക്കും എന്നൊക്കെ കരുതുന്നത് തികഞ്ഞ അജ്ഞതയാണ്. പിന്നെ വല്ലവരിടത്തും ചെന്ന് കരയുന്നതിനേക്കാളും നല്ലത് ഭഗവാന്റെ മുമ്പിൽ കരയുന്നതാണല്ലോ. അതുകൊണ്ട് അമ്പലത്തിൽ ഓരോ സന്നിധിയിലും ചെന്നിരുന്ന് ആവോളം കരഞ്ഞോളൂ. ഒന്നുമില്ലെങ്കിലും കുറച്ച് മനസമാധാനമെങ്കിലും കിട്ടും. ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അമ്പലത്തിൽ പോയി അവിടെ ആ സന്നിധിയിൽ നിന്ന് കുറേ കരഞ്ഞു തീർത്ത് കഴിയുമ്പോൾ മനസ്സിന് ഒരു നല്ല ആശ്വാസം. അപ്പോൾ എന്തു ചെയ്യും? വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും അമ്പലത്തിലേക്ക് പോകാം, വീണ്ടും കരയാം. കരയുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. അതൊക്കെ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെയാണ്. സത്യം
ശാസ്ത്രീയമായ ഈശ്വര തത്വം അതിനെ ഉൾക്കൊണ്ട് ഞാൻ ഈശ്വരാംശമാണ് എന്നെങ്കിലും ഞാൻ ഈശ്വരനാണ്, അയ്യോ അങ്ങനെയൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല, നമ്മളൊക്കെ അല്പന്മാരാണ്, സാധാരണ മനുഷ്യരാണ്, വീടും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവരാണ്, ശരി വേണ്ട, ഈശ്വര അംശമാണ് എന്ന് കരുതുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാൻ ഈശ്വരൻ്റെ അംശമാണ്, ചിദംശമാണ് എൻ്റെ ഉള്ളിൽ ഞാനെന്ന് പ്രകാശിക്കുന്നത് എന്ന് അംഗീകരിക്കൂ. അഗ്നിയുടെ അംശമാണ് തീപ്പൊരി. ആ തീപ്പൊരി അഗ്നിയല്ലാതെ മറ്റെന്താണ്? ഒരു പഞ്ഞി ചാക്കുകൾ നിറച്ചിട്ടുള്ള ഒരു ഗോഡൗണിൽ ഈ തീപ്പൊരി വലിയ ഒരു അഗ്നിയായി പടരാൻ എത്ര സമയം വേണം? അപ്പം ഞാൻ ചിദംശമാണ്, കുഞ്ഞു ജീവനാണ്, കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും വിചാരിക്കൂ. അംശം പൂർണ്ണത്തിൽ നിന്ന് ഒരിക്കലും വേറിട്ട് നിൽക്കുന്നില്ല. ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. സമുദ്രത്തിൽ നിന്നും നമ്മൾ കോരിയെടുക്കുന്ന ഒരു കിണ്ടിയിലെ വെള്ളം, സമുദ്രജലം നമ്മൾ നിറയ്ക്കുന്നു. ആ കിണ്ടിയിലെ വെള്ളത്തിൽ സമുദ്രം ഉണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെയല്ല. സമുദ്രത്തിൽ നീല നിറം കാണാം. സമുദ്രം അനന്തമായി വ്യാപിച്ചു നിൽക്കുന്നതാണ്. സമുദ്രത്തിൽ സ്രാവുകളും തിമിംഗലങ്ങളും കടലാമകളും കടൽപ്പാമ്പുകളും ഉണ്ട്, ഒക്കെ ഉണ്ട്. ഈ കിണ്ടിയിലെ വെള്ളത്തിൽ അതൊന്നുമില്ല, സമ്മതിച്ചു. പക്ഷേ സമുദ്രത്തിലുള്ളത് വെള്ളമാണല്ലോ. ആ വെള്ളമല്ലേ നിങ്ങൾ കിണ്ടിയിൽ കോരി വെച്ചിരിക്കുന്നത്? വെള്ളം എന്നുള്ള ആ അംശത്തെ മാത്രമെടുത്താൽ കിണ്ടിയിലെ വെള്ളത്തിനും സമുദ്രജലത്തിനും ഒരു വ്യത്യാസവുമില്ല. ചിത്ത് എന്ന അംശത്തിൽ ജീവനും ബ്രഹ്മത്തിനും വ്യത്യാസമില്ല. കഴിവുകളെ അടിസ്ഥാനമാക്കി നോക്കിയാൽ ഈശ്വരൻ മഹാനും ജീവൻ അല്പനുമാണ്. അത് കഴിവുകളെ താരതമ്യം ചെയ്യുമ്പോഴാണ്. ബേസിക്കായിട്ട് അടിസ്ഥാനമായി ആ മൂലതത്വത്തെ മാത്രം ശ്രദ്ധിച്ചാൽ ബോധം മാത്രമേ ഉള്ളൂ. അത് ചിത്താണ്. ജീവൻ എന്നുള്ള ഞാൻ എന്നുള്ള അനുഭവം അതൊരു അനുഭവമാണ്. അതിൽ വ്യാപിച്ചിരിക്കുന്നത് ചിത്താണ്. അതുകൊണ്ട് നമ്മൾ ജീവന്മാരല്ല, നമ്മൾ ബ്രഹ്മം തന്നെ എന്ന ഭാവത്തോടുകൂടി ഇവിടെ നിന്ന് നമുക്ക് വീടുകളിലേക്ക് പോകാം. തുടർന്നുള്ള ഭാഗം നമുക്ക് നാളെ വായിക്കാം.